RSS കൂടിക്കാഴ്ചയിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടി വൈകുന്നതിൽ നിലപാട് കടുപ്പിക്കുകയാണ് CPI. ADGPയെ മാറ്റാൻ പൂരം കലക്കൽ റിപ്പോർട്ട് തന്നെ പര്യാപ്തമെന്ന മന്ത്രിസഭ ഉപസമിതിയിൽ റവന്യൂ മന്ത്രി K. രാജൻ തുറന്നടിച്ചു. എന്നാൽ വീഴ്ച പറയുന്നതല്ലാതെ വിശദാംശങ്ങൾ റിപ്പോർട്ടിൽ ഇല്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. നിയമസഭയിൽ പ്രതിപക്ഷ ആരോപണങ്ങളെ പ്രതിരോധിക്കേണ്ടെന്നാണ് CPIയിലെ ധാരണ. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ നടപടിയുണ്ടാകുമെന്ന് ഉറപ്പു ലഭിച്ചതായി ബിനോയ് വിശ്വം പ്രതികരിച്ചു. റിപ്പോർട്ട് എത്രയും വേഗം വരും. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് എന്താണോ ചെയ്യേണ്ടത് അത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്യും എന്ന് ഉറപ്പ് CPIക്കുണ്ട്. മുഹൂർത്തം കുറിച്ച് വെച്ചിട്ടില്ല. പ്രശ്നം നിലപാടാണ്. നിലപാടിൻ്റെ പക്ഷമാണ് ഇടതുപക്ഷം. അതുകൊണ്ട് തന്നെ CPI പറഞ്ഞു ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വെളിച്ചത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് എന്താണോ ചെയ്യേണ്ടത് അതായിരിക്കും കേരളത്തിലെ LDF സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്ന ഉറപ്പ് CPIക്കുണ്ട്. LDFിൻ്റെ ഭാഗമാണ് CPI. ആ CPIക്ക് LDFിൻ്റെ കാഴ്ചപ്പാടിലെയും നയങ്ങളെയും വ്യക്തപ്പെടുത്താൻ അറിയാം. ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, മുഹൂർത്തം കുറിച്ചിട്ടില്ല ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ, അത് ശരിയാണ്. പക്ഷേ ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്ത് എന്നത് തന്നെയാണ് ചോദ്യം. CPIക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് നടപടി ഉണ്ടാകുമെന്ന്. ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകിയേക്കുമെന്നാണ് വിവരം ലഭിക്കുന്നത്. അപ്പോൾ MR അജിത് കുമാറിനെതിരെ നടപടി ഉടനെ ഉണ്ടാകും, ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്നതാണ് ആകാംക്ഷ. വിനിത, ഇന്നോ നാളെയോ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള നിർണായകമായ തീരുമാനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുതന്നെയാണ് CPIയുടെയും പ്രതീക്ഷ. CPIയുടെ നിയമസഭാ കക്ഷി അംഗങ്ങളുടെ യോഗം പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ ഓഫീസിൽ നടന്നു. ആ യോഗത്തിലും ബിനോയ് വിശ്വം പാർട്ടിക്ക് ലഭിച്ച ഉറപ്പിനെ പറ്റി പറഞ്ഞു. എന്നാൽ അതിനും ഘടകവിരുദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചില്ല എന്ന പ്രതീക്ഷയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ CPI മറ്റു കാര്യങ്ങൾ ആലോചിക്കൂ. എന്തായാലും ഇടതുപക്ഷ ബോധ്യത്തിൽ നിന്നുള്ള നിലപാടുകളും തീരുമാനങ്ങളും മാത്രമേ CPIയുടെ ഭാഗത്ത് ഉണ്ടാകുകയുള്ളൂ. ഇടതുപക്ഷത്തിന് അപ്പുറത്തേക്ക് CPI ചിന്തിക്കില്ല എന്നാണ് ബിനോയ് വിശ്വം ആവർത്തിച്ച് പറയുന്നത്. ഇന്നലെ നടന്ന മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ ഈ ADGP MR അജിത് കുമാറിനെതിരെ ഉള്ള നടപടി അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന കാര്യം മുഖ്യമന്ത്രിയെ നിയമസഭാ നേതാവായ K. രാജൻ ബോധ്യപ്പെടുത്തിയിരുന്നു. ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ പര്യാപ്തമായ റിപ്പോർട്ട് ഇപ്പോൾ തന്നെ സർക്കാരിന്റെ മുന്നിലുണ്ട്. അത് തൃശ്ശൂർ പൂരം കലക്കൽ സംബന്ധിച്ച സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ ADGP MR അജിത് കുമാറിന് വീഴ്ച പറ്റിയതായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നടപടിയെടുക്കാൻ പര്യാപ്തമായ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ സർക്കാരിന്റെ മുന്നിലുണ്ട് എന്നാണ് രാജ്യം ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി പറയുന്നത് വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നെങ്കിലും ആ റിപ്പോർട്ടിൽ എന്താണ് സംഭവിച്ച വീഴ്ച എന്നതിനെ പറ്റിയുള്ള വിശദാംശങ്ങളില്ല. അതുകൊണ്ട് ആ റിപ്പോർട്ടിന്റെ പേരിൽ നടപടിയെടുക്കാൻ കഴിയില്ല. സംസ്ഥാന പോലീസ് മേധാവി ഇപ്പോൾ നടത്തുന്ന അന്വേഷണ റിപ്പോർട്ടിന് കിട്ടിയ ശേഷം മാത്രമേ നടപടിയെടുക്കാൻ കഴിയുമെന്നും നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുകയാണ്. ആ തീരുമാനം ഇന്നോ നാളെയായി CPI പ്രതീക്ഷിക്കുകയാണ്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റുമെന്ന ഉറപ്പ് തന്നെയാണ് CPIക്ക് ലഭിച്ചിട്ടുള്ളത്. അത് എപ്പോൾ എന്ന് തന്നെയാണ് ഇനി അറിയേണ്ടത്. ഇന്നോ നാളെയോ ഉണ്ടാകുമെന്ന് തന്നെയാണ് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്തത്.